ഒറ്റ വാക്കുള്ള അവസാനം മാപ്പ് പറഞ്ഞ് മമ്മൂട്ടി എന്നുള്ളതാണ്. ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തി കയറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനുശേഷം വലിയ രീതിയിൽ ഓരോ പക്ഷങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ ഒരു വാദം ഏറ്റെടുക്കുന്നതെല്ലാം തന്നെ കണ്ടു. അത്തരത്തിലുള്ള സൈബർ ഹാൻഡിലുകൾ ഈ ഒരു വിഷയത്തെ വലിയ രീതിയിൽ മറ്റൊരു രീതിയിലേക്കൊക്കെ മാറ്റുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ശേഷം ഈ ഒരു വിവാദം ഉയർന്നതിന് ശേഷം CPIM ജില്ലാ സെക്രട്ടറി K റഫീഖിനെ മമ്മൂട്ടി ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. റഫീഖിന്റെ ഭാഗത്തു നിന്നും തന്നെ ഈ CPIM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചതാണ്. സുഹൃത്തുക്കളെ, കാര്യങ്ങളെല്ലാം ഏകദേശം തെളിഞ്ഞു മറിഞ്ഞ് ഏകദേശം നല്ല കലക്കവെള്ളമൊക്കെ മാറിയിട്ട് നല്ല തെളി വെള്ളത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മമ്മൂട്ടിയായിരുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് കേരളത്തിലൊരു വലിയ വിഷയം. മമ്മൂട്ടിയും ഇടതുപക്ഷവും നമുക്കറിയാം, ഏറെക്കാലമായിട്ട് മമ്മൂട്ടി ഇടതുപക്ഷത്തോടൊപ്പം തന്നെ എന്നായിരുന്നു എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത്. ആ ഒരു ധാരണയ്ക്ക് വലിയ പിഴവൊന്നും പറ്റിയിട്ടില്ലെന്ന്. പക്ഷേ അതേസമയം തന്നെ മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടേതായിട്ടുള്ള ചില രീതികളുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണോ അല്ലയോ എന്നറിയില്ല, 24 മണിക്കൂറും തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒപ്പം നടന്നിരുന്ന ആ ഒരു ചെറുപ്പക്കാരെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണോ എന്നും അറിയില്ല. അത് K റഫീഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് വളരെ കയർത്ത് സംസാരിക്കുന്നതില്ലേ, താങ്കൾ കുറെ നേരമായാലും എൻ്റെ ഒപ്പം, നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കരുത്, നിങ്ങളൊപ്പം നിന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊപ്പം വന്നതാണ്, നിങ്ങൾ വിളിച്ചത് വന്നതാണ് എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷക്കാരൻ വിളിച്ചിട്ടാണ് താൻ ഈ ഒരു പ്രോഗ്രാമൊക്കെ കാണാൻ വന്നത്. പ്രോഗ്രാമല്ല, ആ ഒരു വീടുകളെല്ലാം കാണാൻ വന്നത്, ആ ഒരു ടൗൺഷിപ്പ് കാണാൻ വന്നത് എന്ന് പറയുന്ന അത്തരത്തിലുള്ളൊരു മുഖം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല എന്നതായിരിക്കാം അത്തരം ഒരു പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. ഇതുകൊണ്ട് ഉണ്ടായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം കേരളം രണ്ടായിട്ട് തീരുന്നു. കുറച്ച് പേര് മമ്മൂട്ടിയോടൊപ്പം. ആരൊക്കെയാണ് മമ്മൂട്ടിയോടൊപ്പം ഉണ്ടോ? തീർച്ചയായിട്ടും അതൊന്ന് മറുനാടൻ മലയാളികളായിരിക്കും, ഒപ്പം കോൺഗ്രസ്സുകാരായിരിക്കും, BJPക്കാരായിരിക്കും. ഇതുവരെ മുസ്ലിമായിട്ടുള്ള മമ്മൂട്ടി അംഗീകരിക്കാത്ത BJPക്കാരൊക്കെ ഇദ്ദേഹത്തോടൊപ്പം ഈ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നിന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇദ്ദേഹത്തെ എതിർക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പുറത്തുണ്ട്. ഈ ഒരു രണ്ട് പക്ഷമായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഒരു രാഷ്ട്രീയ പക്വത അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പക്വത എന്ത് എന്നൊക്കെ നമ്മൾ ഈ ഒരു നിമിഷത്തിൽ തിരിച്ചറിയേണ്ടത്. ആ ഒരു തിരിച്ചറിവിനെ ഇങ്ങനെ നമുക്ക് പറയാം. നമുക്ക് K റഫീഖിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് തന്നെ പോകാം. K റഫീഖ് ആരെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് ഇന്നലെ എങ്ങാണ്ട് മമ്മൂട്ടിയാൽ അപമാനിക്കപ്പെട്ട വയനാടിന്റെ CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ് നമ്മുടെ K റഫീഖ്. അദ്ദേഹം ഒരു 50 മിനിറ്റ് മുമ്പ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ ആവുന്നേ ഉള്ളൂ, ചൂടാറുന്നതിന് മുമ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം, അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പലർക്കും ഇത്തരം ഒരു സംഗതി ഇല്ലാത്തതുകൊണ്ട് പറയുകയാണ്. മലയാളത്തിന്റെ മഹാനടൻ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ഒരുക്കിയ ടൗൺഷിപ്പിൽ എത്തിയത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം അവിടെ എത്തുമ്പോൾ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ഥലത്തുണ്ടായ പൊതുപ്രവർത്തകർ എന്ന നിലയിലാണ് തിക്കും ബഹളവും പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് അലോസരമാകരുതെന്ന നിലയിൽ ജാഗ്രതയോടെ ആ സമയം അവിടെ ഇടപെട്ടത്. ഇത്തരം ഇടപെടലുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്ന കൺസേൺ ആണ് മമ്മൂട്ടി എന്നോട് പങ്കുവെച്ചത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ടൗൺഷിപ്പിൽ വരുന്നവരെ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നത് എപ്പോഴും നമ്മുടെ രീതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ K റഫീഖ് മിക്ക സമയത്തും ആ ഒരു ടൗൺഷിപ്പിൽ ഉണ്ടെന്നർത്ഥം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ ഒരു ചൂരൽമലയിൽ ദുരന്തം ഉണ്ടായ ഒരു നിമിഷം മുതൽ ആ ടൗൺഷിപ്പ് പൂർത്തീകരിച്ച് ഉദ്ഘാടന സമയം വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രദേശത്തൊക്കെ ഈ ഒരു ചങ്ങാതി ഉണ്ട് എന്നർത്ഥം. എന്തൊക്കെയായാലും അത് മറ്റൊരു നിലയിൽ വായിക്കപ്പെട്ടേക്കാം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ മമ്മൂട്ടി എന്നെ നേരിൽ വിളിക്കുകയും ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ടൗൺഷിപ്പ് സന്ദർശിച്ചിട്ടുണ്ട്. ശ്രീ മമ്മൂട്ടി എന്നോട് വളരെ വ്യക്തിപരമായി പറഞ്ഞ ഒരു കൺസേൺ, വ്യക്തിപരമായി അപമാനിക്കുന്ന നിലയിൽ എനിക്കെതിരായ ചില മാധ്യമങ്ങളും വലത് സൈബർ കേന്ദ്രങ്ങളും പ്രചരിപ്പിച്ചതാണ് വിഷയം ഈ നിലയിൽ വഷളാക്കിയത് എന്നാണ് മനസ്സിലാവുന്നത്. സ്വാഭാവികമായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ എതിർക്കുക അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് വളരെ പരുഷമായിട്ട് പെരുമാറി എന്ന് പറയുന്ന വർത്തമാനങ്ങളൊന്നും ഒരു രാഷ്ട്രീയ പക്വതയുള്ള റഫീഖിനെ പോലുള്ള ഒരു ഇടതുപക്ഷ സൈദ്ധാന്തികൻ അല്ലെങ്കിൽ ഇടതുപക്ഷ ആ ഒരു പിന്മുറക്കാരൻ ഒരിക്കലും പറയില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എന്തൊക്കെയാലും ടൗൺഷിപ്പ് ഈ വിഷയത്തിൽ വൈകാരികമായി മുറിപ്പെട്ട് പ്രതികരിച്ചവരുടെ എല്ലാം ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നു. ഒരുപക്ഷെ നമ്മളടക്കമുള്ള ആളുകൾ
താങ്കൾ മുറിപ്പെട്ടു അല്ലെങ്കിൽ താങ്കൾക്ക് അത് വേദനിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴുള്ള ഒരു വിഷമമുണ്ട്. കാരണം അഹോരാത്രം അതിനുവേണ്ടി പണിയെടുക്കുക, അവസാനം ഒരു മഹാനടനെ അപമാനിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്. എന്തൊക്കെ തന്നെ ആയാലും ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയിലും മാനവികതയിലും സഹജീവി സ്നേഹത്തിലും പടുത്തുയർത്താം ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന ഒരു ഇടപെടലിൽ തിളക്കം കുറയ്ക്കുന്ന നിലയിൽ ഈ വിവാദങ്ങൾ വളരരുത് എന്നാണ് എല്ലാവരോടും സ്നേഹത്തോടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അടിപൊളി. മലയാളിയുടെ പ്രിയപ്പെട്ട നടനായി എക്കാലവും നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ശ്രീ മമ്മൂട്ടി നമ്മുടെ ടൗൺഷിപ്പിൽ എത്തിയത് തന്നെ പോസിറ്റീവായി മാത്രം ചർച്ച ചെയ്യപ്പെടട്ടെ. അതും ശരിയാണ്. ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചില്ല എന്നുള്ളത് എൻ്റെ പക്ഷം ചെറിയ സംഗതിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം മമ്മൂട്ടി വന്നത് വളരെ പോസിറ്റീവായിട്ട് മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. മമ്മൂട്ടി അവിടെ വന്നു കഴിഞ്ഞാൽ അത് വളരെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷം കൂടുതൽ ഇടതുപക്ഷത്തെ പറ്റിയിട്ട് കേരളത്തിലുള്ള ആളുകളൊക്കെ തിരിച്ചറിയുകയും അതിന്റെ ഭാഗമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വയനാട്ടുകാർ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും എന്നുള്ള ഭയത്തിന്റെ പുറത്ത് ചില വലതുപക്ഷ ഹാൻഡിലുകളെല്ലാം കൂടി ഉണ്ടാക്കപ്പെട്ട ഒരു കഥയാണോ, അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഫീൽ ചെയ്യാതിരിക്കുന്ന ആ സെക്രട്ടറിക്ക് റഫീഖിന് അങ്ങനെ ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മമ്മൂട്ടി അങ്ങനെ ഒന്നും വിചാരിക്കാതെ പറഞ്ഞ ആ ഒരു വാക്കിനെ അങ്ങനെ ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ ആരെങ്കിലും പറഞ്ഞതാണോ എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലേക്ക് ഇട്ടുകൊടുത്തൊരു വാർത്തയാണോ ഇത് എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു സംശയമാണ് എന്നതിന്റെ ഭാഗമായിട്ട് അവസാനം ഒരു വീഡിയോ കൂടി, ഇതൊന്നും ബന്ധപ്പെട്ടതല്ലാത്ത ഒരു മനുഷ്യന്റെ ഒരു വീഡിയോ കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്തൊക്കെയായാലും മമ്മൂട്ടി മഹാനായ മലയാളിയാണ്. അദ്ദേഹം മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് നേരിൽ തന്നെ എന്നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വലുപ്പത്തിൽ എല്ലാവരും ഈ വിഷയം കാണണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ വാദപ്രതിവാദങ്ങളും അവസാനിപ്പിക്കണമെന്നുമാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ദുരന്ത ജീവിതം താറുമാറാക്കിയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞാൽ പരിഭവങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ച് നമുക്ക് ചേർന്ന് നിൽക്കാൻ എന്താണ് തടസ്സം എന്ന് കെ റഫീഖ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വയനാടിന്റെ ജില്ലാ സെക്രട്ടറി വ്യക്തമായിട്ട് പറയുന്നു. നോക്കൂ, ഇത് ഗംഭീരമാണ്. കേവലം ഒരു ഇങ്ങനത്തെ സെക്രട്ടറിക്ക് ഇത്ര ഗംഭീരമായ ഭാഷയിൽ ഇതിനൊക്കെ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ, ഇതൊന്നും അപമാനമല്ല എന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ, അവിടെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഒരു പക്വതയോട് കൂടിയുള്ള പെരുമാറ്റം ഉണ്ട്, അല്ലെങ്കിൽ പെരുമാറ്റം അവിടെ നടക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സിനിമയിൽ തന്നെയുള്ള ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ആണ്. ഒന്ന് കണ്ടോ. ഐ എം സോറി, നോട്ട് ദിസ് വൺ. നമസ്കാരം, ഞാൻ നടൻ അനൂപ് ചന്ദ്രൻ. മമ്മൂക്കയോടൊപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം എന്തെങ്കിലും ഒരു ദേഷ്യപ്പെടുകയോ വഴക്ക് പറയുകയോ ചെയ്യുന്നു എങ്കിൽ അത് അത്രയ്ക്ക് അദ്ദേഹത്തോട് അടുത്തവരോട് മാത്രമാണ്. അത് മനസ്സിലൊന്നും വെച്ചുകൊണ്ടുമല്ല. അത് മറ്റൊരു രീതിയിലും പോലീസിൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ മറ്റു പ്രസ്ഥാനത്തിൻ്റെയോ ഒരാളെയും ഇൻഫോം ചെയ്യാതെ ഒരു ഭരണകൂടം ഒരു എന്താ പറയുക, ഒരു സമൂഹത്തിന് നൽകിയ സ്നേഹം നേരിൽ കാണാൻ അദ്ദേഹം ഒറ്റയ്ക്കെത്തി. അപ്പോഴാണ് റഫീഖ് അവിടെ എത്തുന്നതും ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതും. പക്ഷെ ഈ സംഭവം ഉണ്ടായതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായത്, റഫീഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത മുഖത്ത് ഒരു പോരാളിയെ പോലെ എങ്ങനെയാണോ പെരുമാറിയതെന്ന് ആ നാട് വിളിച്ചു പറയുന്നതാണ് കേട്ടത്. റഫീഖിനോട് ഒരുപാട് ആരാധന തോന്നിപ്പോയി. വയനാട്ടിന്റെ ആ നല്ല മനുഷ്യരുടെ, ആ നിരാലംബരായ മനുഷ്യരുടെ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് ആരാധന തോന്നി. തീർച്ചയായും അത് ഹീറോ മമ്മൂക്ക, നിങ്ങളും ഞങ്ങളുടെ ഹീറോയാണ്. എന്തായാലും റഫീഖിനെ ഇദ്ദേഹം അനുപചന്ദ്രൻ പറയുന്നത് നിങ്ങൾ ഹീറോയാണ്. അതാണ് നമുക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നിയത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് വളരെ നന്നായി എന്നുള്ളതാണ്. റഫീഖ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് ഉണ്ടാക്കപ്പെട്ടുള്ളത്. കാരണം ഇതുവരെ റഫീഖ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അദ്ദേഹം എന്താണ് വയനാട്ടിൽ ചെയ്തത്, അദ്ദേഹം എന്താണ് ചൂരൽമലയിൽ ചെയ്തത്, ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഇടതുപക്ഷക്കാരനായിട്ടുള്ള റഫീഖ് എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് വയനാട്ടിൽ നിന്നുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും വയനാട്ടിൽ നിന്നുള്ള ചില വ്ളോഗേഴ്സിൻ്റെ ഒക്കെ വ്ളോഗ് കാണുമ്പോഴാണ്.
കാരണം അവരൊക്കെ എടുത്തു പറയുന്നത് അവർക്ക് അറിയാം എന്താണ് റഫീഖ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ച്. അദ്ദേഹം എത്രത്തോളമാണ് അവിടുത്തെ ജനതയെ ചേർത്ത് നിർത്തിയതെന്ന് അവർക്കറിയാം. അതായത് വയനാട് സ്നേഹിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടെങ്കിലും നാട്ടുകാർക്ക് മുഴുവൻ റഫീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, വയനാടിന് പുറത്തുള്ള ആളുകൾക്ക് മുഴുവൻ വയനാട്ടിലെ ചെറുപ്പക്കാരനെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനത്തെ ഒരു പാർട്ടിക്കാരുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. വളരെ പക്വതയോട് കൂടിയിട്ട് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെ ഏതൊക്കെ തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് ഇടതുപക്ഷത്തിന് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു പക്ഷം കേട്ടോ. നിങ്ങളുടെ പക്ഷങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ബൈ.